അപ്പോൾ ഞാനും കാക്കയും പതിവ് പോലെ ഇന്നും നടക്കാൻ പോയിട്ടുണ്ട്. KSRTCയിലൊക്കെ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. KSRTC ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊന്ന് യാത്ര പോകാനൊക്കെ തോന്നും. അപ്പോൾ പോണ വഴിക്ക് ഇതേപോലത്തെ ഒരു പഴം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പേരെന്താണെന്നുള്ളത് ഞാൻ മറന്നുപോയി. ഒരു പുളിപ്പൊക്കെയാണ് കേട്ടോ. ഇത് എൻ്റെ കുട്ടിക്കാലത്ത് കഴിച്ചതാണ്, പിന്നെ ഇപ്പോഴാണ് കേട്ടോ കഴിക്കണത്. അപ്പോൾ ഇത് നമ്മളതിന് പോണ ഒരു ചോലയാണ് കേട്ടോ, നമ്മളെ വീടിൻ്റെ അടുത്ത് കൂടെ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലൈക്കും എന്തെങ്കിലുമൊക്കെ നിങ്ങളെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചോലയിൽ കൂടി വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന സൗണ്ട് ഇങ്ങനെ നമ്മളെ വീട്ടിലേക്ക് കേൾക്കും കേട്ടോ. ഒരു സൈഡിൽ ഇങ്ങനെ പള്ളിയാണ്, ഒരു സൈഡിൽ റിസോർട്ടും ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി അങ്ങനെ ഈ ചോല ഒഴുകി വരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ പുഴയിലൊക്കെ ഒന്ന് പോയി. പുഴയിൽ നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിന്. പാറമ്മയുണ്ട് ഈ ഒരു മരം ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ഇത് മഞ്ഞളാണ്, കാട്ടുമഞ്ഞളാണ് തോന്നുന്നു. ഞാൻ മഞ്ഞളിൻ്റെ ഇല പോലെ കണ്ടപ്പോൾ നോക്കിയതാണ്. പെരയിലൊക്കെ വന്നിട്ട് പിന്നെ പെട്ടെന്ന് ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ഞാൻ തന്നെ വെച്ച ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വെച്ച ബിരിയാണി പിന്നെ എൻ്റെ ഉമ്മ വെച്ച ബിരിയാണിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം.